ബോനോട് അകത്ത് കയറാൻ പറ. ഗോ ഇൻസൈഡ്. ഇപ്പൊ പിള്ളേർക്ക് വെള്ളം ബസ് അതാണ് വലിയ പോയി വിട്ടത്. ആരോ ബേബി കിടക്കുവാണോ? നമുക്ക് പോണ്ടേ. വേറെ ആൾക്കാരൊക്കെ കസ്റ്റമേഴ്സ് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. വേറെ സ്പ്രേ ഡോഗ്സ് ഒക്കെ ഉണ്ട്. പൂ കാണിച്ചേ, പൂക്കിയുടെ പൂ. ആരോ ബേബിക്കില്ല, ഇതൊക്കെ ഞങ്ങൾക്കാണ് കേട്ടോ. ആരോ ബേബിക്ക് ഇതൊന്നും ഇല്ല. ഇത് കുടിക്കുമ്പം വലിയ ടേസ്റ്റ് ഇല്ലെങ്കിലും നല്ല രസമുണ്ട്. അതുകൊണ്ട് ബീഫും ചോറും ബോബുവിന്റെ ഫേവറേറ്റ് ആണ്. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ഞങ്ങള് കാലിക്കറ്റ് പോവാണ്, കോഴിക്കോട്ടേക്ക്. അതായത് എന്റെ വീട്ടിലേക്ക് പോവാണ്. ഞാൻ മാത്രമല്ല, ബോയും ആരോയും അജയും ഞങ്ങൾ എല്ലാവരും ഫാമിലി ആയിട്ട് നേരെ അങ്ങ് കോഴിക്കോട്ടേക്ക് പോവാണ്. ഞാൻ പറഞ്ഞില്ല, ലാസ്റ്റ് വ്ളോഗിൽ ഞാൻ പറഞ്ഞില്ല എനിക്ക് കൈക്ക് ചെറിയ പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള. അപ്പൊ ഇവിടുത്തെ ബാംഗ്ലൂരത്തെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പം ഇനി ഡോക്ടറെ കാണിക്കണം, പിന്നെ അതേപോലെ കുറച്ച് ഹെൽത്ത് ചെക്കപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഏതായാലും കുറച്ച് ദിവസം ഞാൻ കാലിക്കറ്റ് ഉണ്ടാവും, അപ്പൊ ബോനിയും ആരോനിയും കൂടെ കൊണ്ടുപോവാന്നുള്ളതാണ്. പിന്നെ അജയ്ക്കും കുറച്ച് ഹെൽത്ത് ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ 4 പേരും കൂടിയാണ് കാലിക്കറ്റിലേക്ക് പോകുന്നത്. ഏർലി മോർണിംഗ് ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യാന്നാണ് അജയ് വിചാരിച്ചത്. പക്ഷെ രാവിലെ എഴുന്നേറ്റപ്പോഴത്തേക്കും ലേറ്റ് ആയിപ്പോയി. അപ്പൊ ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. അപ്പൊ നമ്മൾ പാക്കിംഗ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി അജയ് ഒന്ന് ഫ്രഷ് ആയിട്ട് റെഡി ആവണം. ബോയും ആരോയും ഫുഡൊക്കെ കഴിച്ച് ചെറിയൊരു കുട്ടി നാപ്പ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. സാധനങ്ങളൊക്കെ ഇനി വണ്ടിയിലേക്ക് എടുത്തു വെച്ചിട്ട് നമുക്ക് കാലിക്കറ്റിലേക്ക് പോകാം. ഇതാണ് പിള്ളേരുടെ ബാഗ്. അവരുടെ കുറെ സാധനങ്ങൾ, അതായത് അവരുടെ ടോയ്സ്, ഷാംപൂ, മെഡിസിൻ, പിന്നെ അവരുടെ ടവൽസ്, അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ ഇതിന്റെ അകത്താണ്. ഇതാണ് അവരുടെ ബാഗ്. ഇത് ഞാൻ വണ്ടിയിലേക്ക് എടുത്ത ഒരു ഷീറ്റാണ്. കാറിൽ നമ്മൾ ഒരു ഷീറ്റ് എപ്പോഴും, ഒരു ബെഡ്ഷീറ്റ് എപ്പോഴും ഇടും അവർക്കൊന്ന് കിടക്കാനൊക്കെ വേണ്ടിയിട്ട്. ആരോ ബേബി കിടക്കുവാണോ? നമുക്ക് പോണ്ടേ, നമുക്ക് വീട്ടിലേക്ക് പോണ്ടേ, നമുക്ക് കാലിക്കറ്റ് പോണ്ടേ. ഗ്രാൻഡ്മ അവിടെ വെയിറ്റ് ചെയ്തിരിക്കും ആരോ ബേബീനെ. പോണ്ടേ നമുക്ക്, ടാറ്റ പോണ്ടേ, നമുക്ക് ടാറ്റ പോണ്ടേ. ഇന്നലെ മൂവി നൈറ്റ് ആയപ്പം അജയ് കഴിക്കാൻ വേണ്ടി വാങ്ങിയ കുറേ ചിപ്സും സാധനങ്ങളൊക്കെയാണ്. അതൊക്കെ ഓൾമോസ്റ്റ് കുറെ ബാക്കിയുണ്ട്. അപ്പൊ എല്ലാം വണ്ടി പോകുമ്പോൾ കഴിക്കാന്ന് വിചാരിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ് പെരി പെരി മക്കാന. ഭയങ്കര ടേസ്റ്റാണ്. സ്വിഗ്ഗി, ഇൻസ്റ്റാമാർട്ടിലുണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. പിന്നെ അതേപോലെ ഈ ഒരു ബ്രാൻഡിന്റെ റാഗി ചിപ്സും അടിപൊളിയാണ്. പെരി പെരി റാഗി ചിപ്സ് ആണ്. ഇതും ഇൻസ്റ്റാമാർട്ടിലുണ്ട്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യേണ്ട ഒന്നാണ്. ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. ഞാനിതൊക്കെ എടുത്തു വെച്ചതാണ് കാറ് പോകുമ്പോൾ കഴിക്കാൻ. ആരോ ബേബിക്കില്ല, ഇതൊക്കെ ഞങ്ങൾക്കാണ് കേട്ടോ. ആരോ ബേബിക്ക് ഇതൊന്നും ഇല്ല. എന്താ ബോബു, സാധനങ്ങളൊക്കെ എടുത്ത് വണ്ടിയിലേക്ക് വെച്ചോ. ബോ എല്ലാം നോക്കുകയാണ് അവന്റെ സാധനങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത്. ഇത് ബോന്റെ ഫുഡ്, ഇത് ആരോന്റെ ഫുഡ്. ഇത് രണ്ടും എന്റെ ബാഗ്സ് ആണ്, ബാക്കി മൊത്തം അജയുടെ ആണ്. ഇത്തവണ അജയ്ക്ക് കുറച്ച് സാധനങ്ങളുള്ളൂ. അതെന്താ അറിഞ്ഞത്? ഇത് വേണ്ട, ഇനിയിപ്പോ അവിടെ ഡോക്ടറെ കാണിച്ചാൽ വേറെ ഒന്നും കിട്ടത്തില്ലേ. ഇത് വേണോ? എന്തായാലും കയ്യിലെടുത്ത് വെക്കാം. ബോയ്സ് പോയി ഹാർനസ് ഒക്കെ ഇട്ടോ, എന്നിട്ട് നമുക്ക് പോവാം. നമുക്ക് ഗ്രാൻഡ്മേനെ കാണാൻ പോണ്ടേ, വീട്ടില് പോണ്ടേ പോണ്ടേ പോണ്ടേ. വണ്ടിയിൽ ഇതേ ബെഡ്ഷീറ്റ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അജയ്. ഇനി സാധനങ്ങളൊക്കെ എടുത്തു വെക്കുവാണ്. നമ്മുടെ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തു. സോ അജയ് പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സ്റ്റോപ്പ് ചെയ്തതാണ്. ആരോ ബേബീനെ ദേ ഇവിടെ ലീഷിൽ ടൈ ചെയ്ത് വെച്ചാണ്. അത് വേറൊന്നും കൊണ്ടല്ല, കാരണം വണ്ടി ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ആരോയ്ക്ക് എപ്പോഴും ഫ്രണ്ട് സീറ്റിൽ വന്നിരിക്കണം. ഇതിപ്പോ ലോങ് ഡ്രൈവ് അല്ലേ, അപ്പൊ അതുകൊണ്ട് അവനെ കുറച്ചു നേരം അവിടെ ലീഷിൽ കെട്ടി വെച്ചാണ്. അപ്പൊ അവൻ അവിടെ ഇരുന്നോളും. അജയ് ദേ ഇവിടെ ഉണ്ട്. ബൂബു, ബൂബു ഇങ്ങ് വന്നേടാ. ബോ പെട്രോൾ അടിക്കുന്ന ആ ചേട്ടൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ബൂബു, എന്തിന്? ബോബു ഭയങ്കര എക്സൈറ്റഡ് ആണ് വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട്. കാരണം വീട്ടിൽ പോകുമ്പോൾ ബോയ്ക്ക് ഫുൾ ഒരു റോ ലൈഫ് ആയിരിക്കും. അതായത് ഫുൾ ടൈം മുറ്റത്ത്, പിന്നെ വീട്ടിൽ പറമ്പ് കൂടെ ഓടി നടക്കുക. പിന്നെ അവിടെ ചെറിയൊരു കൂട് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അവനെ കുറെ ഇങ്ങനെ ഓടിക്കളിച്ച് ക്ഷീണിച്ചൊക്കെ നിൽക്കുമ്പോൾ കുറച്ചുനേരം അവനെ ഞാൻ ആ കൂട്ടിലിരുത്തും. അപ്പൊ അവന് ആ കൂട്ടിലിരിക്കുന്നതാണ് അവന് ഇഷ്ടം. കാരണം കൂട്ടിലിരിക്കുന്ന സമയത്ത് അവനിങ്ങനെ പുറത്തേക്കുള്ള കാഴ്ചകളൊക്കെ കാണാം, പൂച്ചേനെ കാണാം, കാക്കേനെ കാണാം, കിളീനെ കാണാം. അപ്പൊ ബോയ്ക്ക് അതാണ് കൂടുതൽ ഇഷ്ടം. ആരോയ്ക്ക് പിന്നെ ഇങ്ങനത്തെ റോ ലൈഫ് ഒക്കെ ഇഷ്ടമാണെങ്കിലും ആരോയ്ക്ക് ഇങ്ങനെ കുറച്ചുകൂടി ഇങ്ങനെ എന്താ പറയാ, കോസി ആയിട്ട് ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ പുതച്ചുമൂടി കിടക്കുന്ന രീതിയിലാണ് ഇഷ്ടം. പക്ഷെ ബോബുവിന് ഫുൾ റോ ലൈഫാണ് ഇഷ്ടം. അല്ലേ ബോബു? അല്ലേ? പിന്നെ അതേപോലെ കാലിക്കറ്റ് വരുമ്പോഴാണ് ഞാൻ ബോയ്ക്ക് ബീഫ് കൊടുക്കുക. അതുകൊണ്ട് ബീഫും ചോറും ബോബുവിന്റെ ഫേവററ്റ് ആണ്. എവിടെ ബോബു? എവിടെ? ബോ കിടക്കാൻ പോയി. ഞാൻ ആരോനെ കാണിച്ചു തരാവേ. ആരോ ബേബി ഇതേ
ഇവിടെ കിടക്കുവാണ്. ആ ബോബും ദേ ഇവിടെ കിടക്കുവാണ്. രണ്ടുപേരും കിടക്കുവാണോ? എന്നാ കിടന്നോട്ടാ. കഴിഞ്ഞില്ലേ ബോയ്സിന്റെ പണിയൊക്കെ? പവർ ബാങ്ക് അവിടെ ഇതിന്റെ അകത്താണ്, എന്റെ ബാഗിന്റെ അകത്താണ്. ഇപ്പൊ എടുക്കണോ പവർ ബാങ്ക്? അത് ഫുഡ് കഴിക്കാൻ നേരത്തെ എടുത്താ മതിയോ? എവിടെയാ പവർ ബാങ്ക്? റോക്കിന്റെ ഒരു ബാഗിന്റെ അകത്ത് ഒരു ഓറഞ്ച് കളറ് ബാഗ് ഉണ്ട്. ചാർജ് തീർന്നുപോയി. കാരണം അജയുടെ ഫോണിലാണ് പാട്ട് വെക്കുന്നതും മാപ്പ് വെക്കുന്നതും എല്ലാം. ഇത് നമ്മള് പിള്ളേരെ പോട്ടി സുസുനെ ഇറക്കിയ മാതിരി അവിടെ ഒരു ഡോഗിനെ ഇറക്കിയിട്ടുണ്ട്. ഞാൻ കാണിച്ചുതരാവേ. അത് റോഡ് വീലർ ആണെന്ന് തോന്നുന്നു. അവനെയും പോട്ടിയും സുസുനും വേണ്ടി അവരെ ഇറക്കിയതാന്ന് തോന്നുന്നു. അതെ 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 അതെ, റോഡ് വീലർ തന്നെയാണ്. ഒരു കരിക്ക് കുടിക്കാൻ വേണ്ടിട്ട് നിർത്തിയതാണ്. നല്ല കരിക്ക്. എന്താ സൗണ്ട്? എന്താ? ഞാൻ കരിക്ക് അജയന്റെ അടുത്ത് കട്ട് ചെയ്ത് തരാൻ വേണ്ടി പറഞ്ഞാണ്. കാരണം അതിന്റെ ഉള്ളില് ആ ഇളനീരുണ്ട്. എന്താണ്? നിങ്ങക്ക് ദാഹിക്കുന്നുണ്ടോ? വെള്ളം തരാ കേട്ടോ. നമ്മൾ ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് നിർത്തും. ലഞ്ച് കഴിക്കാൻ വേണ്ടിട്ട് മമ്മിയും ഡാഡിയും സ്റ്റോപ്പ് ചെയ്യും. അപ്പൊ ആ സമയത്ത് നിങ്ങൾക്ക് ബണ്ണോ ബിസ്ക്കറ്റോ വെള്ളോ അങ്ങനെ എന്തെങ്കിലും തരാം കേട്ടോ. ഇപ്പൊ പുറത്തിറങ്ങാൻ പറ്റില്ല, കാരണം ഭയങ്കര വെയിലാണ്. എവിടെ ആരട്ടൻ? എവിടെ ആരട്ടൻ? പിണങ്ങി പോയോ? എന്നോട് ചൂടെടുക്കുന്നുണ്ടോ മുത്തേ? ചൂടെടുക്കുന്നുണ്ടോ? ബോബിന് ചൂടെടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളിവിടെ നിർത്തിയതുകൊണ്ടേ അവന് ഭയങ്കരമായിട്ട് ചൂടെടുക്കുന്നുണ്ട്. നേരത്തെ ബോ പാട്ടൊക്കെ കേട്ട് ചില്ല് ചെയ്തിരിക്കുന്നു. നല്ല കരിക്കായിരുന്നു. നീ കുടിച്ചില്ലേ? ഞങ്ങള് ലഞ്ച് കഴിക്കാൻ വേണ്ടി വന്നതാണ്. മീൽസ് കിട്ടുന്നായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ മീൽസ് ഇല്ല. മീൽസ് കിട്ടാത്തോണ്ടാന്ന് തോന്നുന്നു അജയ് കട്ടക്കലിപ്പാണ്. കണ്ടോ, മൈൻഡ് പോലും ചുമ്മാ പറഞ്ഞ. അവനെന്തോ വർക്കിന്റെ കാര്യത്തിൽ ഭയങ്കര ഇതാണ്. പിള്ളേര് ദേ അവിടെ വണ്ടിക്കകത്താണ്. നമുക്ക് ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് വേണം അവർക്ക് കുറച്ച് വെള്ളമോ എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വെച്ച് തന്നെയാണ്, കാരണം ഇല്ലെങ്കിൽ അവർക്ക് ചൂടെടുക്കും. അപ്പൊ AC ഓഫ് ചെയ്തില്ല. അപ്പൊ രണ്ടുപേരും ദേ അതിന്റെ അകത്തുണ്ട്. ആരോ ബേബി ദേ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുക. ആരോനെ കണ്ട, ബോനും കണ്ട. ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും കുടിക്കാൻ വേണ്ടിട്ട് ദേ ഇവിടെ കഫേ കോഫി ഡേയിൽ വന്നാണ്. പിള്ളേര് ദേ ഇവിടെ വണ്ടിക്കകത്ത് തന്നെ ഉണ്ട്. ഇവിടെ കുറെ പൂക്കൾ ഉണ്ടായിരുന്നു. ഞാനൊരു പൂവ് എടുത്തിട്ട് എന്റെ പൂക്കി ബോയ്ക്ക് കൊടുത്തു. ഇതെന്താ നീ ഓർഡർ ചെയ്തേ? ഞാൻ കാപ്പിച്ചിനോ ഫസ്റ്റ് ടൈം ആണ് ഓട്ട് മിൽക്കിൽ ട്രൈ ചെയ്യുന്നത്. പക്ഷെ എനിക്ക് ഇതിനെക്കാട്ടും ഇഷ്ടപ്പെട്ടത് സ്റ്റാർബക്സിന്റെ മറ്റേ കോഫി അതൊക്കെയാണ്. അത് വേറെ, ഇത് വേറെ. ഇവിടെ ഇതേ ഓപ്ഷൻ ഉള്ളൂ. കുഴപ്പമില്ല. അല്ല, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തിനാ കുടിച്ചോണ്ടിരിക്കുന്നു? ഞാൻ കുടിച്ചോളാം. നിന്നോട് ഇഷ്ടപ്പെടുന്ന ആരും പറഞ്ഞില്ല. പക്ഷെ ഒരു സുഖം. ഈ CCD ഒരു സ്റ്റോറി ഉണ്ട്. ഈ CCD വെച്ചിട്ടാണ് നമ്മൾ ഫസ്റ്റ് നമ്മുടെ വെഡിങ്ങിന്റെ കാര്യമൊക്കെ ഡിസൈഡ് ചെയ്യുന്നത്. നമ്മള് ഇവൻഷ്യ എന്ന് പറഞ്ഞിട്ട് ഒരു ഇവന്റ് മാനേജ്മെന്റിന്റെ ഇതുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് അറിയായിരിക്കും. പേർലിമാണിയുടെ വെഡിങ് ഒക്കെ ചെയ്തത് അവരാണ്. അപ്പം നമ്മള് നിഖിലിനെ ഇവിടെ വെച്ചിട്ടായിരുന്നു മീറ്റ് ചെയ്തത്. നമ്മള് ഇതുപോലെ ബാംഗ്ലൂർ പോയിട്ട് തിരിച്ചു വരിക. അന്ന് ബൈക്കായിരുന്നു, കാറൊന്നുമില്ല. അപ്പൊ ആ സമയത്ത് നമ്മൾ നിഖിലിനെ മീറ്റ് ചെയ്തു. വളരെ യാദൃശ്ചികമായിട്ടാണ് നിഖിലിനെ മീറ്റ് ചെയ്തത്. എന്നിട്ട് നമ്മൾ ഇവിടെ ഇതേ സ്പോട്ടിൽ വെച്ചിട്ട് നമ്മള് നമ്മുടെ വെഡിങ്ങിന്റെ കാര്യം ഓൾ ഇന്ത്യ റൈഡ് പോയ സമയത്താണ്. ഇന്ത്യ റൈഡ് പോകുന്ന ആ ടൈമിലാണ്. അതായത് നമ്മൾ ഇവിടുന്ന് ബാംഗ്ലൂർക്ക് പോണ വഴിക്ക് ഇവിടെ നിർത്തിയതാണ്. അപ്പൊ നമ്മൾ ഇവിടെ വെച്ചിട്ട് മീറ്റ് ചെയ്തിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ വെഡിങ് അവരായിട്ട് തന്നെ നമുക്ക് ചെയ്യണം എന്നുള്ള. അതേപോലെ തന്നെ നമ്മൾ അവരായിട്ടാണ് വെഡിങ് എല്ലാം ചെയ്തത്. പക്ഷെ ഇപ്പൊ കൊറേ കഴിഞ്ഞ് ഇവിടെ വന്നപ്പോ ആ ഒരു അല്ല, എന്താ നൊസ്റ്റു ഒക്കെ ഇതെന്താ വീണ്ടും വീണ്ടും അതിലൊരു ഇത് കുടിക്കുമ്പം വലിയ ടേസ്റ്റ് ഇല്ലെങ്കിലും നല്ല രസമുണ്ട്. ശരി, അങ്ങനെയല്ല, നല്ല സുഖം. പിള്ളേർക്ക് വെള്ളം കൊടുക്കാൻ പോവാണ്. വെള്ളം മാത്രമേ കൊടുക്കുന്നുള്ളൂ, ഫുഡൊന്നും കൊടുക്കുന്നില്ല. ഫുഡ് രാവിലെ കൊടുത്താണ്. അപ്പൊ ഇപ്പൊ കുറച്ച് വെള്ളം കൊടുക്കാൻ പോകും. എന്നെ കൊണ്ട് ബോനെ മാനേജ് ചെയ്യാൻ പറ്റില്ല, കാരണം എനിക്ക് കൈക്കും കൂടെ വയ്യാത്തല്ലേ. Give me the phone. ഫുള്ള് കുടിക്കട്ടെ കേട്ടോ. കുടിച്ചോ. കാലൊക്കെ തുടക്കാണോ ബോബുക്കണ്ണി? ഗുഡ് ബോയ് ബോബുക്കണ്ണി. ബോബു ഗുഡ് ബോയ് ആണ്. സുസു കഴിച്ചല്ലോ. എപ്പോഴും വണ്ടിക്കകത്ത് ഇതുപോലൊരു ടവൽ ഉണ്ടാവും. അപ്പൊ നമ്മൾ അവരെ പുറത്തിറക്കിയിട്ടുണ്ടെങ്കിൽ അവരെ കാലൊക്കെ തുടപ്പിച്ചിട്ടേ അകത്ത് കയറ്റുള്ളൂ.
ഇതൊക്കെ അജയുടെ എന്താ പറയാ റൂൾസ് ആണ് ബോ ആൻഡ് ആരോന്റെ കാര്യത്തില്. കാരണം അജയ്ക്ക് ഇങ്ങനെ കാലൊന്നും തുടയ്ക്കാതെ പിള്ളേര് റൂമിൽ കയറുന്നതും കാറ് കയറുന്ന ഒന്നും ഇഷ്ടമല്ല. ആരോൻ അവിടെ കെട്ടിയിട്ടാണ്, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ബോബു ഒരു മിനിറ്റ് ലീഷ് വരട്ടെ. ബോ ഓൾറെഡി വെള്ളം കുടിച്ചല്ലോ, അപ്പൊ ഇനി ഇതിപ്പം ആരോ ബേബിക്കുള്ള വെള്ളമാണ്. പിന്നെ എന്തെങ്കിലും ബിസ്ക്കറ്റോ ബണ്ണോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇപ്പൊ ഓൾമോസ്റ്റ് ഒരു 5:30 ആയില്ലേ. അപ്പൊ അതുകൊണ്ട് ഇനി അവർക്ക് വീട്ടിലെത്തിയിട്ട് ഞാൻ എന്തെങ്കിലും സ്നാക്സ് പോലെ കൊടുക്കുള്ളൂ. ഇപ്പം വെള്ളമാണ് കൊടുക്കുന്നത്. പൊതുവേ ഡോഗ്സിന് നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഫുഡ് കൊടുക്കരുത് എന്നാ പറയാ. പക്ഷെ ഞാൻ കുറച്ചാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫുഡ് കൊടുക്കും. കഴിഞ്ഞ അവന്റെ സുസു വെള്ളം കുടിച്ചു ആരുട്ടാ? വേണ്ട ആരുട്ടിന് വെള്ളം. ആരുട്ടിന് എന്തിന്റെയൊക്കെയോ സ്മെല്ല് കിട്ടുന്നുണ്ട്. മതിയോ? ഫൈനലി ഇതേ അജയുടെ മടിയിലെത്തി ആരോ ബേബി. രാവിലെ തൊട്ടേ ഇങ്ങനെ വെയിറ്റിംഗ് ആയിരുന്നു അജയുടെ മടി കയറാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മളത് എന്റർടൈൻ ചെയ്തില്ല, കാരണം ലോങ് ഡ്രൈവ് അല്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മളത് എന്റർടൈൻ ചെയ്തിട്ടില്ലായിരുന്നു. അവനിങ്ങനെ ഫ്രണ്ടിലേക്ക് നമ്മൾ സമ്മതിച്ചിട്ടില്ലെങ്കിലും അവൻ ഫ്രണ്ടിലേക്ക് വരും. കാരണം ഇത് അവന്റെ കാറാണ്, അവന്റെ നിയമങ്ങളാണ്, അവന്റെ റൂൾസ് ആണ്, അവന്റെ കണ്ടീഷൻസ് ആണ്. അപ്പൊ അവൻ വരും. അപ്പൊ അതുകൊണ്ടാണ് ലീഷിൽ അവിടെ ടൈ ചെയ്തത്. പക്ഷെ രാവിലെ തൊട്ടേ ഇങ്ങനെ അജയൻ ഇങ്ങനെ എന്താ പറയാ ഇങ്ങനെ വിളിക്കും, അവനിങ്ങനെ മാടി മാടി വിളിക്കും. അപ്പൊ ഇപ്പൊ നമ്മളിപ്പോ ഓൾമോസ്റ്റ് കോഴിക്കോട് എത്താനായി. എന്താ ചെയ്യുന്നത്? കിടക്കാൻ വേണ്ടിട്ടാണ്. അവന് പറ്റുന്നില്ല എന്ന് തോന്നുന്നില്ലേ കിടക്കാൻ. അപ്പം ഇപ്പൊ ഓൾമോസ്റ്റ് നമ്മള് കോഴിക്കോട് എത്താനായി. അതായത് വീട്ടിലേക്ക് ഇനി ഒരു 1.5 മണിക്കൂറും കൂടിയൊക്കെ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് കുറച്ചു നേരം ഒന്ന് അവനെ മടിയിലിരുത്താന്ന് വിചാരിച്ചു. ഇല്ലെങ്കിൽ അവന് ചിലപ്പം ഭയങ്കര സങ്കടാവും. അവനൊരു ഡിപ്രഷൻ ബേബിയാണ്. അവന് ഇച്ചിരി സങ്കടം വിഷമൊക്കെ ആവും. നോക്കുന്നുണ്ടല്ലേ അവൻ കള്ളൻ. അപ്പൊ അതുകൊണ്ട് ഒരു 1.5 മണിക്കൂറും കൂടിയല്ലേ ഉള്ളു. അപ്പൊ ആ സമയത്ത് കുറച്ചു നേരം അവനെ മടിയിലിരുത്താന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ ഫ്രണ്ടിലേക്ക് കയറ്റി ഇരുത്തിയത് കൊണ്ട്. ഇപ്പം അവൻ ഡിസ്റ്റർബ്ഡ് ആയിട്ട് ഇരിക്കുന്നത് വേറൊന്നുകൊണ്ടല്ല, ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ലൈറ്റ് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവന് ലൈറ്റ് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് അജയുടെ കൈയിന്റെ ഈ സൈഡിൽ അവൻ ഇങ്ങനെ ഫേസ് ഇങ്ങനെ കവർ ചെയ്ത് കിടക്കുന്നത്. അവന് ലൈറ്റ് ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ടായിരിക്കാം അവനിങ്ങനെ ഡിസ്റ്റർബ്ഡ് ആയിട്ട് നിന്നത്. അവൻ കിടക്കാനുള്ള പെർഫെക്റ്റ് സ്പോട്ട് നോക്കുമായിരുന്നു. ഇനിയിപ്പോ എന്തായാലും വീടെത്തുന്ന വരെ ആള് ഇതേ ഉറക്കം തന്നെ ആയിരിക്കും. നിലത്ത് കിടന്നുറങ്ങുന്നുണ്ട്. എന്ത് പറ്റിയോ ആവോ? അല്ല, ചിലപ്പം അത് അവരുടെ ഒരു ഇതാണ്. ചിലപ്പം സീറ്റിൽ കിടക്കും, ചിലപ്പം നിലത്ത് കിടക്കും. പക്ഷെ ആരോടെ ഫേവറേറ്റ് സ്പോട്ട് ഇതാണ്. താരോ ബേബി ഉറങ്ങുവാണ്. ഉറങ്ങിയോ? പോയി ഒരു സമാധാനത്തോടെയാണ് ഇപ്പൊ ഉറങ്ങുന്നത്. പാവം ഫ്രണ്ടിൽ ഇരിക്കാൻ സമ്മതിച്ചുകൊണ്ട്.